ഇന്നത്തെ സുവിശേഷത്തില് ആളുകൾ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, കർത്താവ്, ഞങ്ങൾ നിന്റെ നാമത്തില് പിശാചുകളെ പുറത്താക്കി, നിന്റെ നാമത്തില് പ്രവചനങ്ങൾ നടത്തി, നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പക്ഷെ ഈശോ പറയുകയാണ്, എനിക്ക് നിങ്ങളെ അറിയുകയില്ല. കാരണം എന്താണ്? ഇവരുടേതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈശോയുടെ നാമത്തിൽ പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇവരല്ല പ്രവർത്തിച്ചത്, അവിടെ ഈശോയാണ് പ്രവർത്തിച്ചത്. ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ പ്രവചനങ്ങൾ നടത്തി എന്നൊക്കെ പറയുമ്പോൾ ഇവരല്ല, ആ വാക്കുകൾ ഇവരുടേതല്ല, മറിച്ച് അത് ദൈവം തന്നെ കൊടുത്ത വാക്കുകളാണ്. നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഇവരല്ല പിശാചുകളെ പുറത്താക്കിയത്, മറിച്ച് ഇവരിലൂടെ ഈശോയാണ് പ്രവർത്തിച്ചത്. നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവരല്ല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്, മറിച്ച് ഈശോയാണ് ഇവരിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. അവിടെ ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? വചനം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചോ? എന്റെ നാമത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിലല്ല, മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് കിട്ടിയ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു. ഞാൻ ഒരുപാട് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ നീ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനനുസരിച്ച് നീ ജീവിച്ചു. ഞാൻ ഒരുപാട് വചനം വായിക്കുന്നുണ്ട്, പക്ഷെ നീ വായിച്ച വചനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നിനക്ക് സാധിച്ചു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് ചോദിക്കുന്നത്. ഒരുപാട് വചനം കേട്ടതാണ്, പക്ഷെ കേട്ടു എന്നതിലല്ല പ്രധാനപ്പെട്ട കാര്യം, മറിച്ച് കേട്ട വചനത്തിനനുസരിച്ച് നീ ജീവിക്കാനായിട്ട് നീ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ വചനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.